അടുക്കളയിൽ രാത്രി കഴിക്കാനുള്ള ചപ്പാത്തി പരത്തുകയാണ് അനു. മാവ് പരത്തുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. എന്തോ ആലോചിച്ചു നിന്നപ്പോഴാണ് പിറകിൽ ആളനക്കം പോലെ തോന്നി അവൾ തിരിഞ്ഞു നോക്കുന്നത്. അടുക്കള വാതിലിന് അരികിൽ മാറിൽ കൈകൾ പിണച്ചുകെട്ടി അവളുടെ ശരീര അളവുകൾ വശ്യതയോടെ ഒപ്പിയെടുക്കുകയാണ് സഞ്ജയ്. അവനെ അവിടെ കണ്ടതും അനുവിൻ്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു. അവൾ പേടിയോടെ ഉമിനീരിറക്കി. എന്താ അനുമോളെ, നീ ഇങ്ങനെ നോക്കുന്നത്? വശ്യമായ ചിരിയോടെ അവൻ അവളോട് തിരക്കി. അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു കാണുന്ന കാമച്ചുവ അവളിൽ അറപ്പുളവാക്കി. അവൾ അവനിൽ നിന്നും അറപ്പോടെ മുഖം തിരിച്ചു. ആ, ഇങ്ങനെ മുഖം തിരിക്കാതെ അനുമോളെ, ഏട്ടൻ മോളെ സ്നേഹിക്കാൻ വന്നതല്ലേ? അതിനുവേണ്ടിയല്ലേ മോളെ ഏട്ടൻ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? വന്നിട്ട് 2 ദിവസമായെങ്കിലും ഇപ്പോഴാ എനിക്ക് നിന്നെ ശരിക്കൊന്ന് കാണാൻ കഴിഞ്ഞത്. സഞ്ജയ് പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾക്കടുത്തേക്ക് ചുവടുവെച്ചു. അവൾ പേടിയോടെ പിറകിലേക്ക് നീങ്ങാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല. കിച്ചൺ സ്ലാബിൽ തട്ടി അവൾ നിന്നു. അപ്പോഴേക്കും സഞ്ജയ് അവളുടെ തൊട്ടടുത്തെത്തിയിരുന്നു. അവൾ അവനെ തള്ളി മാറ്റി പോകാൻ ശ്രമിച്ചതും അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ മുറുകി. അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇങ്ങനെ നോക്കല്ലേ മോളെ, ഏട്ടൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. അവൻ അവളുടെ ഉടലളവുകളെ കണ്ണുകളാൽ അളന്നുകൊണ്ട് പറഞ്ഞു. മാറി നിൽക്ക് അച്ഛാ. അവനെ ശക്തിയിൽ പിറകിലേക്ക് തള്ളിമാറ്റി അവൾ ഹാളിലേക്ക് ഓടിക്കയറിക്കൊണ്ട് വിളിച്ചു. പക്ഷേ അവളുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് അവളുടെ വിളി കേൾക്കാൻ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ഹാളിൽ ആകെ ഇരുട്ട് പടർന്നിരിക്കുന്നു. മുൻവശത്തെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. ജനൽപ്പാളികൾ പോലും തുറന്നിട്ടില്ല. അവൾ ഭയത്തോടെ ചുറ്റിലും നോക്കി. അച്ഛാ, അച്ഛാ. അവൾ പേടികൊണ്ട് ചുറ്റിനും നോക്കി വിളിക്കാൻ തുടങ്ങി. നീ ആരെയാ അനുമോളെ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത്? അച്ഛനെയാണോ? അയ്യടാ, അത് കഷ്ടമായല്ലോ. നിന്നോട് അപ്പോൾ അച്ഛനും അമ്മയും ഒന്നും പറഞ്ഞില്ലേ? ഹാളിലേക്ക് വന്ന് കൈകൾ കെട്ടി നിന്നുകൊണ്ട് ഒരു കളിയാക്കലോടെ സഞ്ജയ് അനുവിനോട് ചോദിച്ചു. അവൻ്റെ ചോദ്യം കേട്ട അനുവിൻ്റെ കണ്ണുകൾ സംശയത്താൽ ചുരുങ്ങി. മോൾ അറിഞ്ഞില്ല അല്ലേ? അച്ഛനും അമ്മയും കൂടി ഒരു കല്യാണ പാർട്ടിക്ക് പോയേക്കുവാ. വരാൻ അല്പം വൈകും. ചിലപ്പോൾ വന്നില്ലെന്നും ഇരിക്കും. അച്ഛൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ മകൻ്റെ കല്യാണമാണേ. അതേ പരിഹാസത്തോടെ തന്നെ പറഞ്ഞുകൊണ്ട് അവൻ അവൾക്കരികിലേക്ക് ചുവടുവെച്ചു. അനു ഒരടി പോലും അനങ്ങാൻ കഴിയാതെ അങ്ങനെ തന്നെ നിന്നുപോയി. അന്ന് എങ്ങനെയോ താൻ രക്ഷപ്പെട്ടു. പക്ഷേ ഇന്ന്, അതും ഈ രാത്രി സമയത്ത് താൻ എങ്ങനെ രക്ഷപ്പെടും? ആരോട് സഹായം ചോദിക്കും? അവളുടെ മനസ്സ് അലമുറയിട്ട് കൊണ്ടിരുന്നു. എന്താടി, എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിക്കുകയാണോ നീ? എങ്കിൽ അത് വെറും നിന്റെ മോഹം മാത്രമാ. അന്ന് നീ രക്ഷപ്പെട്ടു, എന്നെ ജയിലിലും കയറ്റി. അതിനുള്ള ശിക്ഷ നിനക്ക് വേണ്ടേ? അത് തന്നില്ലെങ്കിൽ പിന്നെ ഞാനൊരു ആണാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാടി ഉള്ളത്? ഈ രാത്രി എനിക്കുള്ളതാ. ഇന്ന് നിന്നെ രക്ഷിക്കാൻ ഇവിടേക്ക് ആരും വരില്ല. അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തനിക്കിനി അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷയില്ലെന്നുള്ള തോന്നൽ അവളെ ഒന്നാകെ വിഴുങ്ങി. അവൾ പേടിയോടെ ചുറ്റും ഒരു ആശ്രയത്തിനായി തിരഞ്ഞു. അപ്പോഴേക്കും സഞ്ജയ് അവൾക്കടുത്തെത്തിയിരുന്നു. അവൻ 2 കൈകൾ കൊണ്ടും അവളുടെ തോളിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവളെ ആകെ മൊത്തം ഒന്നൊഴിഞ്ഞു നോക്കി. അവളുടെ ഉയർന്നു നിൽക്കുന്ന മാറിടങ്ങൾ അവനിലെ വികാരങ്ങളെ ഉണർത്തി. തോളിൽ വച്ചിരുന്ന കൈകൾ ഒന്നുകൂടി അമർത്തി അവൻ അവളെ അവൻ്റെ ശരീരത്തിലേക്ക് ശക്തിയിൽ വലിച്ചു ചേർത്തു. അനുവിൻ്റെ കണ്ണുകൾ നിർത്താതെ ഒഴുകിക്കൊണ്ടിരുന്നു. ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതെ അവൾ നിന്നുപോയി. അവൻ തൻ്റെ ശരീരത്തിൽ തൊട്ട നിമിഷം മരിച്ചു പോയിരുന്നെങ്കിൽ എന്നവൾ ആശിച്ചു. കണ്ണുകൾ മുറുകെ അടച്ച് അവൾ കണ്ണുനീർ വാർത്തു. സഞ്ജയ് അവളെ കൂടുതൽ കൂടുതൽ അവനിലേക്ക് അടുപ്പിച്ചു. അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകൾ അവൻ്റെ കണ്ണുകൾ പതിഞ്ഞു. അവയെ ആർത്തിയോടെ നുണയാൻ അവൻ്റെ ഉള്ളം തുടിച്ചു. നീ ശരിക്കും സുന്ദരിയാണ് മോളെ. ഞാൻ കണ്ട പെണ്ണുങ്ങൾ വെച്ച് ഏറ്റവും സുന്ദരി. നിന്റെ ഈ ശരീരം എന്നെ വല്ലാതെ മത്തുപിടിപ്പിക്കുന്നു. നിന്റെ ഈ വിറയിൽ പോലും എന്നിൽ പല വികാരങ്ങളും ഉണർത്തുന്നു. വശ്യമായി പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ചുണ്ടുകളെ കവരാൻ ശ്രമിച്ചതും അവൻ്റെ നെഞ്ചിൽ കൈവച്ച് ഊക്കോടെ പിറകിലേക്ക് തള്ളിയിട്ട് അവൾ അവനെ കലിയോടെ നോക്കി. ഡൈനിങ് ടേബിളിൽ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റിലിരുന്ന കത്തി കയ്യിലേക്കെടുത്ത് അവൾ അവന് നേരെ ഉയർത്തിപ്പിടിച്ചു. നീ എൻ്റെ ശരീരത്തിൽ തൊടുന്നതിന് ഒരു നിമിഷം മുമ്പെങ്കിലും എൻ്റെ ജീവൻ ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവും. നിന്നെ പോലൊരു പിശാചിന് പിച്ചു ചീന്താൻ വിട്ടുതരില്ല ഞാനെൻ്റെ ശരീരം. കത്തി കൈകളിൽ മുറുകെ പിടിച്ച് സ്വയം കഴുത്തിനോട് അടുപ്പിച്ചുകൊണ്ട് അനു സഞ്ജയ്ക്ക് നേരെ ചീറി. സഞ്ജയ് അവളെ പകപ്പോടെ നോക്കി. അനു, വേണ്ട, കത്തി മാറ്റ്. സഞ്ജയ് പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോ, ഇല്ലെങ്കിൽ സ്വയം ജീവനെടുക്കും ഞാൻ. അവൾ വാശിയോടെ പറഞ്ഞുകൊണ്ട് കത്തി ഒന്നുകൂടി കഴുത്തിലേക്ക് ചേർത്ത് വെച്ചു. പറഞ്ഞാൽ മനസ്സിലാവില്ലേടി നിനക്ക്? അവളുടെ കയ്യിൽ നിന്ന് കൈ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് സഞ്ജയ് അവളുടെ കവളിലേക്ക് കൈ വീശി അടിച്ചു. അവൾ അടികൊണ്ട് നിലത്തേക്ക് വീണുപോയി. കവളാകെ നീറുപുകയും പോലെ തോന്നി അവൾക്ക്. വീണ് കിടക്കുന്നതിൻ്റെ തൊട്ടടുത്തായി കയ്യിൽ നിന്ന് തെറിച്ചു വീണ കത്തി കിടക്കുന്നത് കണ്ട് അവൾ അതെടുക്കാൻ ശ്രമിച്ചതും സഞ്ജയ് ആ കത്തി കാലുകൊണ്ട് ദൂരേക്ക് തട്ടിത്തെറിപ്പിച്ചു. എന്നിട്ട് അനുവിനെ നിലത്തു നിന്നും വലിച്ചെഴുന്നേൽപ്പിച്ച് അവളുടെ 2 കവളിലും മാറി മാറി അടിച്ചു. അടി കൊണ്ട് അവളുടെ ചുണ്ടു പൊട്ടി ചോര ഒഴുകി.
അവൻ്റെ അടികൊണ്ട് അവശയായെങ്കിലും അവൾ വിട്ടുകൊടുക്കാതെ അവനെ കൈകൾ കൊണ്ട് അടിച്ചുകൊണ്ടിരുന്നു. അവളുടെ എതിർപ്പുകളെ തടഞ്ഞുകൊണ്ട് സഞ്ജയ് അവളുടെ ടോപ്പിന്റെ മുൻവശം ശക്തിയിൽ വലിച്ചു കീറി. ഒരു നിമിഷം അനു ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. ടോപ്പിന് മുൻവശം മാറിന് താഴെ വരെ നന്നായി തന്നെ കീറി. ഇന്നറിനുള്ളിലൂടെ കാണുന്ന അവളുടെ മാറിടങ്ങളെ അവൻ കാമത്തോടെ നോക്കി. അവൾ 2 കൈകളുകൊണ്ട് മാറുമറച്ചു പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അവൾ ഭിത്തിയിലേക്ക് ചാരി കണ്ണുകൾ മുറുകെ അടച്ചു നിന്നു. സഞ്ജയ് അവളുടെ ശരീരത്തിലേക്ക് അവൻ്റെ ശരീരം ചേർത്ത് വെച്ചുകൊണ്ട് അവളുടെ ഇന്നർ അഴിക്കാനായി കൈ അവളുടെ മാറിടത്തിൽ വെച്ചതും മുൻവശത്തെ ഡോർ ഒരു വലിയ ശബ്ദത്തോടെ തുറന്നു. സഞ്ജയ് ഞെട്ടി അങ്ങോട്ടേക്ക് നോക്കി. അകത്തേക്ക് കയറി വരുന്നവരെ അവൻ സംശയത്തോടെ നോക്കി. അനു അപ്പോഴും അവനെ കൈകൾ കൊണ്ട് എതിർക്കുകയാണ്. അവളുടെ കണ്ണുകളും ഒരു നിമിഷം വാതുക്കലേക്ക് പോയി. അവിടെ നിൽക്കുന്നവരെ കണ്ടതും അനുവിൻ്റെ കണ്ണുകൾ ആശ്വാസം നിറഞ്ഞു. തനു, അവളുടെ ചുണ്ടുകൾ അവശതയോടെ മൊഴിഞ്ഞു. ദത്തനും കൂട്ടരും അനുവിൻ്റെ വീട്ടിലെത്തുമ്പോൾ അവിടെ വെളിച്ചമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആളില്ലാത്ത വീട് പോലെ അടച്ചിട്ടിരിക്കുകയായിരുന്നു അവിടെ. അത് കണ്ടതും ധന്യയുടെയും ആശയുടെയും മുഖത്ത് നിരാശ പടർന്നു. ദത്തനും ദേവനും കൂടി അവിടെ മാകെ ഒന്ന് നോക്കിയെങ്കിലും ഉള്ളിൽ ആരുമുള്ളതായി തോന്നിയില്ല. ആഷി കുറച്ചു നേരം വാതിലിനടുത്ത് തന്നെ നിരാശയോടെ നിന്നു. അവൻ്റെ കണ്ണുകൾ എന്തിനോ വേണ്ടി നിറഞ്ഞു. അവിടെ ആരും തന്നെയില്ലെന്ന ഉറച്ച വിശ്വാസത്തിൽ തിരിച്ചു പോകാനായി തുനിയുമ്പോഴാണ് വീടിനുള്ളിൽ നിന്ന് ആരോ കരയും പോലൊരു ശബ്ദം അവ്യക്തമായി ആശി കേൾക്കുന്നത്. അവനൊന്ന് ഞെട്ടി വേഗം തിരിഞ്ഞ് ഡോറിനടുത്തേക്ക് തന്നെ ചെന്നു. ഡോറിനടുത്തേക്ക് ചേർന്ന് നിന്നും അവൻ അകത്തെ ആളനക്കം ശ്രദ്ധിച്ചു. വീണ്ടും വീണ്ടും ഒരു പെണ്ണിൻ്റെ അടക്കി പിടിച്ച കരച്ചിലും മറ്റാരുടെ പതിഞ്ഞ സംസാരവും ആഷിയുടെ കാതുകളിൽ പതിച്ചു. അവനൊരു ഞെട്ടലോടെ ദത്തനെയും ദേവനെയും നോക്കി. ആഷിയുടെ പ്രവൃത്തികൾ സംശയത്തോടെ നോക്കി നിൽക്കുകയാണ് അവരും. ദത്ത, ഉള്ളിൽ ആരോ ഉണ്ട്. ആരുടെയോ കരച്ചിൽ കേൾക്കുന്നു. അത് അനു ആവും. വാതിൽ തുറക്കണം. അവൾ ഉള്ളിലുണ്ട്, ആഷി പരിഭ്രാന്തിയോടെ പറഞ്ഞു. നിനക്ക് തോന്നിയതാവും ആഷി, ഇവിടെ ആരുമില്ല, ദേവൻ അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല ദേവ, ഉള്ളിൽ ആരോ ഉണ്ട്, എനിക്ക് ഉറപ്പ്. ആഷി അത് പറഞ്ഞു തീർന്നതും അകത്തു നിന്നും അനുവിൻ്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടതും ഒരുമിച്ചായിരുന്നു. അത് കേട്ട് എല്ലാവരും ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചു നിന്നുപോയി. അനു ധന്യയുടെ ചുണ്ടുകൾ അറിയാതെ തന്നെ പറഞ്ഞുപോയി. വാടാ. ദത്തൻ ദേവനെയും ആഷിയെയും കൂട്ടി വാതിലിനരികിലേക്ക് ചെന്ന് ശക്തിയിൽ വാതിലിലേക്ക് ആഞ്ഞു ചവിട്ടി. അവരുടെ ചവിട്ടിൽ വാതിൽ മലർക്കെ തുളർന്നു. അവിടെ മാകെ ഇരുട്ട് പടർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്കൊന്നും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഹാളിൻ്റെ ഒരു വശത്തു നിന്നും എന്തോ ഞരക്കം പോലെ കേട്ടാണ് എല്ലാവരും അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നത്. തുറന്ന വാതിലിനുള്ളിലൂടെ വരുന്ന നിലാവെളിച്ചത്തിൽ സഞ്ജയുടെ കൈകളിൽ നിന്ന് കുതിർന്ന അനുവിനെ കണ്ട് എല്ലാവരും ഒരു നിമിഷം അനങ്ങാൻ പോലും കഴിയാതെ നിന്നു. അവളുടെ പൊട്ടിയ ചുണ്ടും അടികൊണ്ട് തിണർത്ത കവിൾത്തടങ്ങളും കീറിപ്പറഞ്ഞ വസ്ത്രവും അവളുടെ മാറിടത്തിലിരിക്കുന്ന സഞ്ജയുടെ കൈകളും കണ്ട് ആഷിയും ദത്തനും ദേവനും കണ്ണുകൾ മുറുകെ അടച്ചു കളഞ്ഞു. അനു, ഒരു വിതുമ്പലോടെ വിളിച്ചുകൊണ്ട് ധന്യ അനുവിനരികിലേക്ക് ഓടിയെടുത്തു. ദേവൻ ലൈറ്റ്സിൻ്റെ സ്വിച്ച് കണ്ടുപിടിച്ച് വേഗം ലൈറ്റ് ഓണാക്കി. അപ്പോഴേക്കും അനുവും അവരെ കണ്ടിരുന്നു. തങ്ങൾക്കരികിലേക്ക് വരുന്ന ധന്യയെ കണ്ട് സഞ്ജയ് അനുവിൽ നിന്ന് പിടിവിട്ട് ഒരടി പിന്നിലേക്ക് മാറി. അവൻ്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞിരുന്നു. അനു, കരഞ്ഞുകൊണ്ട് ധന്യ അനുവിനെ ചേർത്ത് പിടിച്ചു. ധനു, അയാൾ എന്നെ അവശതയോടെ പറയുന്നതിനൊപ്പം അവൾ ധന്യയുടെ കൈകളിൽ നിന്നും തളർന്നു താഴേക്ക് വീണു. അയ്യോ അനു, ധന്യ കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്ന് അവളെ തട്ടി വിളിച്ചു. പക്ഷേ അപ്പോഴേക്കും അനു ആകെ തളർന്നു പോയിരുന്നു. അവളുടെ ശരീരം അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവളുടെ അവസ്ഥ കണ്ട് ധന്യയ്ക്ക് വല്ലാത്ത ഭയം തോന്നി. കീറിയ വസ്ത്രത്തിനുള്ളിലൂടെ കാണുന്ന അവളുടെ മാറിടത്തിലേക്ക് കണ്ണുകൾ പോയതും ധന്യ വേഗം അവളുടെ കഴുത്തിൽ നിന്ന് ഷോൾ വലിച്ചെടുത്ത് അനുവിൻ്റെ ദേഹത്തേക്ക് പുതച്ചു കൊടുത്തു. എന്നിട്ട് അവളെ ചേർത്ത് പിടിച്ച് അവളുടെ മുടിയിൽ തലോടി കൊടുത്തു. എല്ലാവരുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു. ആഷി അപ്പോഴും കണ്ണുകൾ മുറുകെ അടച്ചു നിന്നു. കണ്ണുകൾ വെട്ടി തുറന്ന് ആഷി നോക്കിയത് പ്രതീക്ഷിക്കാതെയുള്ള തങ്ങളുടെ വരവിൽ പകച്ചു നിൽക്കുന്ന സഞ്ജയെയാണ്. അവനെ കണ്ടതും ആഷിയുടെ കണ്ണുകളിൽ പകയെരിഞ്ഞു. ഒരലർച്ചയോടൊപ്പം ആഷിയുടെ കാലിൽ സഞ്ജയുടെ നെഞ്ചിലായി പതിച്ചു. ആഷിയുടെ ചവിട്ടുകൊണ്ട് സഞ്ജയ് പിറകിലേക്ക് തെറിച്ചു വീണു. അവൻ നിലത്തുനിന്നും ചാടി എഴുന്നേറ്റ് ആഷിയെ കലിയോടെ നോക്കി. തെമ്മാടിത്തരം കാണിച്ചിട്ട് നിന്ന് ചിലയ്ക്കുന്നോ? നിന്നെ ഞാൻ നായേ! പറയുന്നതിനോടൊപ്പം ആഷിയുടെ കൈ ഊക്കോടെ അവൻ്റെ മുഖത്ത് പതിഞ്ഞിരുന്നു. ആഷിയുടെ അടികൊണ്ട് സഞ്ജയുടെ മുഖം ഒരു സൈഡിലേക്ക് ചരിഞ്ഞുപോയി. അവൻ നിവർന്നു നിൽക്കുന്നതിന് മുമ്പ് അവൻ്റെ കൈ ആഷി പിറകിലേക്ക് പിടിച്ചു തിരിച്ചു. സഞ്ജയുടെ അലർച്ച അവിടെ മുഴങ്ങി. ദത്തനും ദേവനും എല്ലാം നോക്കിക്കണ്ട് അവിടെ തന്നെ നിന്നു. കയ്യിലെ വേദന സഹിക്കാൻ കഴിയാതെ ആയപ്പോൾ സഞ്ജയ് മറുകൈകൊണ്ട് ആഷിയെ ശക്തിയിൽ പിറകിലേക്ക് തള്ളി. അവൻ്റെ തള്ളിൽ കയ്യിലെ പിടിവിട്ടുകൊണ്ട് ആഷി ഒന്ന് പുറകോട്ട് ആഞ്ഞുപോയി. എങ്കിലും വിട്ടുകൊടുക്കാതെ അവൻ സഞ്ജയുടെ വയറിലേക്ക് അവൻ ആഞ്ഞു പഞ്ച് ചെയ്തു. അവൻ്റെ ഇടികൊണ്ട് സഞ്ജയ് വയറിൽ കൈ അമർത്തി ഒന്ന് കുനിഞ്ഞുപോയി. അവിടെ നിന്നും നിവർന്നു നോക്കിയ സഞ്ജയുടെ താടിയിലേക്ക് ആഷി കൈ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. സഞ്ജയുടെ വായിൽ നിന്ന് കൊഴുത്ത ചോര അവൻ നിലത്തേക്ക് തുപ്പി. എന്നിട്ടും കലിയടങ്ങാതെ ആഷി അവൻ്റെ വയറിലും നെഞ്ചിലും കൈമുഷ്ടി ചുരുട്ടി ഇടിച്ചുകൊണ്ടിരുന്നു. സഞ്ജയ് മുട്ടുകുത്തി നിലത്തേക്കിരുന്നു പോയി.
അവൻ അത്രയ്ക്കും അവശനായിരുന്നു. ഇനിയും ആഷിയെ തടഞ്ഞില്ല എങ്കിൽ അവൻ സഞ്ജയെ കൊല്ലും എന്ന് തോന്നിയതും ദേവൻ അവനെ പിടിച്ചു മാറ്റാനായി മുന്നോട്ട് നടന്നു. പക്ഷേ അവനെ തടഞ്ഞുകൊണ്ട് ദത്തൻ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. എന്തെന്ന ഭാവത്തിൽ തിരിഞ്ഞു നോക്കിയ ദേവനെ ദത്തൻ അങ്ങോട്ട് പോകേണ്ട എന്ന രീതിയിൽ തല ചലിപ്പിച്ചു വിലക്കി. എത്ര ധൈര്യമുണ്ടായിട്ടാടാ പുന്നാര മോനെ നീ എൻ്റെ പെണ്ണിൻ്റെ മേൽ കൈവച്ചത്? കലിയടങ്ങാതെ സഞ്ജയെ തല്ലുന്ന കൂട്ടത്തിൽ ആഷിയുടെ ചോദ്യം കേട്ട് എല്ലാവരും ഒരു നിമിഷം ഞെട്ടി അവനെ നോക്കി. ദത്തൻ്റെ ചുണ്ടുകളിൽ മാത്രം താൻ പ്രതീക്ഷിച്ചത് എന്തോ കേട്ടതിൻ്റെ പുഞ്ചിരിയായിരുന്നു. അതോടൊപ്പം ഇനി നീ പൊയ്ക്കോ എന്ന പോലെ ദേവന്റെ കയ്യിലുള്ള പിടിയും അവൻ വിട്ടു. ദേവൻ അവനെ ആശ്ചര്യത്തോടെ നോക്കി. ദത്തൻ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അനുവിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ധന്യയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി മിന്നി. അവളെ തൊട്ട ഈ കൈ നിനക്കിനി വേണ്ട. അതും പറഞ്ഞുകൊണ്ട് സഞ്ജയുടെ കൈ അവൻ ശക്തിയോടെ പിറകിലേക്ക് മടക്കി വെച്ചു. വേദന സഹിക്കാതെയുള്ള സഞ്ജയുടെ നിലവിളി അവിടെ ആകെ മുഴങ്ങി. അവളെ കാമത്തോടെ നോക്കിയ നിന്റെ വൃത്തികെട്ട കണ്ണുകൾ എടുക്കും ഞാൻ പറഞ്ഞുകൊണ്ട് ആഷി ചുറ്റിനും എന്തിനോ വേണ്ടി പരതി. എന്തോ ഒന്ന് കണ്ണിൽ ഉടക്കിയതും ആഷിയുടെ കണ്ണുകൾ വന്യമായി തിളങ്ങി. അവൻ്റെ കാലുകൾ ആ വസ്തുവിൻ്റെ അടുത്തേക്ക് ചലിച്ചു. അനുവിൻ്റെ കയ്യിൽ നിന്ന് സഞ്ജയ് തട്ടിയെറിഞ്ഞ കത്തി ആഷി നിലത്തു നിന്നും കയ്യിലെടുത്തു പിടിച്ചുകൊണ്ട് തിരികെ സഞ്ജയ്ക്ക് അരികിലേക്ക് വന്നു നിന്നു. ഈ കണ്ണുകൾ നിനക്കിനി വേണ്ട, അത് ഞാൻ എടുക്കുക. ക്രൂരമായി പറഞ്ഞുകൊണ്ട് സഞ്ജയ്ക്ക് മുന്നിലേക്ക് കുനിഞ്ഞിരുന്നു കൊണ്ട് ആഷി കത്തി അവൻ്റെ കണ്ണിന് നേരെ അടുപ്പിച്ചു. വേണ്ട, ഞാനിനി അവളെ ഒന്നും ചെയ്യില്ല, സത്യം സത്യം, സഞ്ജയ് പേടിയോടെ ആഷിയോട് പറഞ്ഞു. അവൻ്റെ യാചന വകവയ്ക്കാതെ അവൻ്റെ കണ്ണിലേക്ക് ആഷി കത്തി അടുപ്പിച്ചു. ധന്യ പേടിയോടെ അവനെ തന്നെ നോക്കി നിന്നു. ആഷി ഇത്രയും ദേഷ്യത്തിൽ ഇതിനു മുമ്പ് അവൾ കണ്ടിട്ടേയില്ല. അവൻ്റെ ഈ രൂപം അവൾക്ക് അന്യമായിരുന്നു. അവൻ്റെ കണ്ണിലെ ക്രൂരത അവൾ പേടിയോടെ നോക്കിക്കണ്ടു. സഞ്ജയുടെ കണ്ണുകൾക്ക് തൊട്ടടുത്തേക്ക് ആഷി കത്തി അടുപ്പിച്ചതും ധന്യ കൈകൾ കൊണ്ടും അനുവിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കണ്ണുകൾ മുറുകെ അടച്ചു. ആഷി! ക്രൂരമായി തിളങ്ങുന്ന കണ്ണുകളോടെ ആഷി സഞ്ജയുടെ കണ്ണുകളിലേക്ക് ആഞ്ഞു കുത്താൻ പോയതും ദത്തൻ അവനെ ഉറക്കെ വിളിച്ചു. ദത്തൻ്റെ വിളിയിൽ ആഷിയുടെ കൈ നിശ്ചലമായി. എന്നിട്ടും ആഷി ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. ആഷി വേണ്ട, അവനെ കൊണ്ടുപോകാൻ പോലീസ് വരും, നീ മാറ്. ആഷിയുടെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചു വാങ്ങിക്കൊണ്ട് ദത്തൻ അവനെ നിലത്തു നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ദത്ത, എന്നെ വിട്. ഇവൻ ചെയ്തത് നീ കണ്ടില്ലേ? എൻ്റെ പെണ്ണിനെ ഇവൻ, നമ്മൾ ഇപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ ഇവൻ അവളെ. ബാക്കി പറയാതെ ആഷി സഞ്ജയെ നോക്കി ദഹിപ്പിച്ചു. ഞാനീ ദേഷ്യത്തിൽ മുരണ്ടുകൊണ്ട് അവൻ സഞ്ജയുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. അവൻ്റെ ചവിട്ടുകൊണ്ട് സഞ്ജയ് പുറത്തു നിന്നും കയറി വന്ന വസുമതിക്കും അനുവിൻ്റെ അച്ഛനും മുന്നിലേക്ക് തെറിച്ചു വീണു. അയ്യോ എൻ്റെ മോനെ! ഒരു നിലവിളിയോടെ വസുമതി നിലത്തേക്കിരുന്നു കൊണ്ട് സഞ്ജയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. എടാ, നീ എൻ്റെ മോനെ എന്താ ചെയ്ത? നിലത്തു നിന്നും എഴുന്നേറ്റ് ആഷിയുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് വസുമതി ചീറി. അനുവിൻ്റെ അച്ഛൻ അപ്പോഴും എല്ലാം കണ്ട് തറഞ്ഞു നിൽക്കുകയാണ്. എന്താ ചെയ്തെന്നോ? നോക്ക്, കണ്ണു തുറന്നു നോക്ക്, നിങ്ങളുടെ മകൻ എന്താ കാണിച്ചു കൂട്ടിയതെന്ന്. അവശയായി കിടക്കുന്ന അനുവിൻ്റെ അടുത്തേക്ക് വസുമതിയെ പിടിച്ചു തള്ളിക്കൊണ്ട് ആഷി അലറി. വസുമതി കണ്ണുകൾ ചുരുക്കി അങ്ങോട്ടേക്ക് നോക്കി. ധന്യയുടെ മടിയിൽ തളർന്നു മയങ്ങുകയാണെന്നു അനു. അവളുടെ കവിൾത്തടങ്ങൾ അടികൊണ്ട് വിങ്ങിയിരുന്നു. ചുണ്ടുപൊട്ടി ചോര കിനിഞ്ഞിരിക്കുന്നു. അവർക്ക് കാര്യങ്ങളുടെ ഏകദേശ രൂപം മനസ്സിലായി. എന്നിട്ടും വിട്ടുകൊടുക്കാതെ അവർ ആഷിക്ക് നേരെ തിരിഞ്ഞു. ആരാടാ നീയൊക്കെ? ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ നീയൊക്കെ ആരാ? വസുമതി വാശിയോട് ചോദിച്ചതും ആഷിയുടെ കൈ അവരുടെ കവിളിൽ ഊക്കോടെ പതിഞ്ഞു കഴിഞ്ഞിരുന്നു. ആഷിയുടെ പ്രവൃത്തിയിൽ എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. വസുമതി കവിളിൽ കൈവച്ച് അവനെ പേടിയോടെ നോക്കി ഉമിനീറിറക്കി. മുതിർന്നവരെയും സ്ത്രീകളെയും തല്ലി ശീലിച്ചിട്ടില്ല ആഷ്ലി. എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിച്ചതാ നിങ്ങൾ. ഈ അടി എന്തിനാണെന്ന് അറിയാമോ? മകളായി കണ്ട് സ്നേഹിക്കേണ്ടവളെ മകന്റെ കാമക്കൂത്തിന് വിട്ടുകൊടുത്തിട്ട് കണ്ണടച്ച് നിന്നതിന്. ഇനി ഇത് ആവർത്തിച്ചാൽ പുറം ലോകം കാണിക്കില്ല ഞാൻ തള്ളയെയും മോനെയും. അവർക്ക് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ട് അവൻ അനുവിൻ്റെ അച്ഛൻ്റെ മുന്നിലായി വന്നു നിന്നു. കൊണ്ടുപോകുക ഞാൻ അവളെ. ഒന്നും വേണ്ട, സ്വത്തും പണവും ഒന്നും, അവളെ മാത്രം മതി. എല്ലാം അവർക്ക് തന്നെ കൊടുത്തേക്ക്. ഈ വീട്ടിൽ നിന്ന് ഒരു തരി മണ്ണ് പോലും അവൾക്ക് വേണ്ട. അവകാശം പറഞ്ഞ് ഒരിക്കലും അവളിനി വരില്ല ഇവിടേക്ക്. ബന്ധവും സ്വന്തവും പറഞ്ഞ് അവളെ അന്വേഷിച്ച് ആരും അവിടേക്കും വരരുത്. ഇനിയെങ്കിലും അവൾ സമാധാനത്തോടെ ജീവിച്ചോട്ടെ. ആഷിയുടെ വാക്കുകൾ കേട്ടിട്ട് നിസ്സഹായനായി നിൽക്കാനല്ലാതെ മറ്റൊന്നിനും ആ അച്ഛന് കഴിയില്ലായിരുന്നു. എനിക്ക് അവളെ ഇഷ്ടമാണ്. അവളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല. എന്നെ അംഗീകരിക്കാൻ കഴിയുമോ എന്നും എനിക്കറിയില്ല. പക്ഷേ കാത്തിരിക്കും. അവൾക്ക് എന്നോട് ഇഷ്ടം തോന്നുന്നത് വരെ കാത്തിരിക്കും. അഥവാ തോന്നിയില്ലെങ്കിൽ അവളെ ഞാൻ അവളുടെ ഇഷ്ടത്തിന് വിടും. പക്ഷേ ഒരിക്കലും ഇനി അവൾ ഇങ്ങോട്ടേക്ക് വരില്ല, വിടില്ല ഞാൻ. അത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും മറികടന്ന് അനുവിനരികിലേക്ക് ചെന്ന് ധന്യയുടെ മടിയിൽ നിന്നും അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. അവന് പുറകെ എല്ലാവരും പുറത്തിറങ്ങി. പോകുന്നതിന് മുന്നേ ധന്യ അനുവിൻ്റെ അച്ഛൻ്റെ മുന്നിലേക്ക് വന്നു നിന്നു. പേടിക്കേണ്ട അച്ഛാ, അവളിനി ഒരിക്കലും ഒറ്റയ്ക്കാകില്ല. ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് അവളിപ്പോൾ ഉള്ളത്. ഇനി ഒരു കഴുകൻ കണ്ണുകളും അവളുടെ മേൽ പതിയില്ല.
ഇത് ഞാൻ അച്ഛന് തരുന്ന ഉറപ്പാ.